അപ്പം നമ്മളൊരു 11-11:30 ആകുമ്പോഴത്തേനും, ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒരു 9 മണിക്ക് കഴിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഒരു 11-11:30 11-11:30 ആകുമ്പോഴത്തേനും നമുക്ക് ചെറിയൊരു സ്നാക്സ് എടുക്കാം. അപ്പോൾ ഈ സ്നാക്സിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വെജിറ്റബിൾ സാലഡ് ഉപയോഗിക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് പറ്റിയൊരു സാലഡ് ഞാൻ കാണിക്കാം കേട്ടോ. ഞാൻ സ്ഥിരമായിട്ട് കഴിച്ചുകൊണ്ടിരുന്നൊരു സാലഡാണ് ഇത്. ഞാൻ എക്സസൈസ് ചെയ്യണ വീഡിയോയിലെ ചേച്ചിയുടെ റെസിപ്പിയാണ്. അതാണ് ഞാൻ ഫോളോ ചെയ്തിരുന്നത്. ആ സാലഡാണ് ഞാൻ ഫോളോ ചെയ്തിരുന്നത്. അപ്പോൾ അത് ഞാൻ ഇടാം കേട്ടോ. അപ്പോൾ ആ സാലഡ് നിങ്ങൾക്ക് വേണമെങ്കിൽ കഴിക്കാം. അത് കമ്പൈൻ ഒരു സാലഡാണ്, വളരെ നല്ലതാണ്. അത് എത്ര കഴിച്ചാലും കാലറി വളരെ കുറഞ്ഞതാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് കഴിക്കാം. ഇല്ലെങ്കിൽ പപ്പായയോ പേരയ്ക്കയോ വാട്ടർമെലണോ, ഇല്ലെങ്കിൽ നമ്മൾ രാവിലെ നിങ്ങൾക്ക് മുട്ട കഴിക്കാൻ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഈ 11 മണിക്ക് നിങ്ങൾക്ക് മുട്ട വൈറ്റ് കഴിക്കാം. അതുമല്ല എന്നുണ്ടെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സിൽ പക്ഷേ നമ്മുടെ കാഷ്യൂനട്ടിനെ കുറയ്ക്കുക കേട്ടോ. കാഷ്യൂനട്ട് കുറച്ച് ഫാറ്റ് ഉള്ളതാണ്. അപ്പോൾ കാഷ്യൂനട്ടും ബദാം, പീനട്ട് ഇതെല്ലാം മിക്സായിട്ട് നമ്മുടെ ഈ കൈയുടെ ഒരു പിടി, അതിൽ കൂടുതൽ വേണ്ട. അല്ലെങ്കിൽ ഈന്തപ്പഴം കഴിക്കാം, എന്ത് വേണമെങ്കിലും, കിസ്മിസ്, അങ്ങനെ വാൾനട്ട്, അങ്ങനെ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് കുറച്ച് ഒരു പിടിയോളം ആ 11-11:30 ഉള്ളിൽ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് എള്ള് കൺസ്യൂം ചെയ്യാം. എള്ള് ഏറ്റവും നല്ലതാണ്, അയൺ കൂട്ടാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലതാണ്. അപ്പോൾ ഞാൻ എള്ളുണ്ടയുടെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉണ്ടാക്കി വെച്ചിട്ട് ചെറിയ ചെറിയ ഉണ്ടകളായിട്ട് ഉരുട്ടി വയ്ക്കുക. എന്നിട്ട് അത് ഈ ടൈമിൽ നിങ്ങൾക്ക് കഴിച്ച് കഴിഞ്ഞാൽ, എള്ളുണ്ട കഴിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വയറ് ഫില്ലാവും കേട്ടോ. പിന്നെ നമുക്ക് കുറേ നേരത്തേക്ക് വിശക്കില്ല. അപ്പോൾ നമ്മുടെ ആ ഒരു ഇടനേരത്തുള്ള ഒരു ഭക്ഷണം കഴിഞ്ഞു. അത് കഴിഞ്ഞാൽ നമുക്ക് നേരെ ലഞ്ചാണ്. ലഞ്ചിനും അങ്ങനെ ടൈം നിങ്ങൾ എപ്പോഴാണ് കഴിക്കുന്നത്, സ്ഥിരമായിട്ട് കഴിക്കുന്ന ആ ടൈം തന്നെ എടുത്താൽ മതി. മാക്സിമം ഒരു 1 to 2:30 ഉള്ളിൽ കഴിക്കാൻ ശ്രമിക്കണം. അത് കഴിഞ്ഞ് എന്നും അങ്ങനെ അത് കഴിഞ്ഞ് പോകരുത്. 1-2 ദിവസമൊക്കെ അത് കഴിഞ്ഞ് പോയെന്ന് വെച്ചാൽ പ്രോബ്ലം ഒന്നുമില്ല. ഡെയിലി അങ്ങനെ പോകാണ്ട് ശ്രദ്ധിക്കുക. 1 to 2:30 ഉള്ളിൽ നിങ്ങളുടെ ലഞ്ച് എടുക്കാം. അപ്പോൾ ലഞ്ചിനും ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ചോറാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ ചോറ് കഴിക്കാം. പക്ഷേ എന്നും നമ്മൾ ഒരു പ്ലേറ്റ് നിറച്ച് ചോറ് തിന്നണ ആളാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഹാഫ് പോർഷൻ ആക്കുക. ഫസ്റ്റ് 3 monthsൻ്റെ കാര്യം കേട്ടോ ഞാൻ പറയുന്നത്. അതിൻ്റെ ഹാഫ് പോർഷൻ ആക്കുക. അത് ഹാഫ് പോർഷൻ, ബാക്കി ഹാഫ് പോർഷനിൽ നിങ്ങൾക്ക് തോരൻ ഉൾപ്പെടുത്താം, അല്ലെങ്കിൽ കറി, എന്ത് കറി വേണമെങ്കിലും എടുക്കാം. മാക്സിമം കൂടുതലും നാളികേരം അരച്ച കറികൾ ഒഴിവാക്കുക. കാരണം നാളികേരം അരച്ച് തിളപ്പിക്കുമ്പോൾ അതിൽ കൂടുതൽ എന്താ പറയുക, ഈ ഫാറ്റ് കൊളസ്ട്രോൾ ഉണ്ടല്ലോ, അത് കൂടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നാളികേരം അരച്ചത് ഉപയോഗിച്ചതെന്ന് വെച്ചാൽ കുഴപ്പമില്ല, ക്വാണ്ടിറ്റി കുറച്ച് ഉപയോഗിക്കാം. ചിക്കൻ കറി ഉപയോഗിക്കാം, മീൻ കറി ഉപയോഗിക്കാം. മീൻ കറിയൊക്കെ കുടംപുളി ഇട്ട് വെച്ച മീൻ കറി ആണെങ്കിൽ ഏറ്റവും ബെസ്റ്റാണ് വെയിറ്റ് ലോസിന്. സാമ്പാർ, അല്ലെങ്കിൽ നമ്മുടെ രാവിലത്തെ സാമ്പാറോ ഡാൽ കറിയോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉച്ചയ്ക്ക് കറിയായിട്ട് എടുക്കാം. അതിൻ്റെ ഒപ്പം ഒരു തോരൻ എടുക്കുക. പിന്നെ എന്തെങ്കിലും പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള പയറോ, രാവിലത്തെ പയറോ കടയിൽ എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അത് കുറച്ച് കഴിക്കാം. പിന്നെ ഈ പപ്പടം സാധനങ്ങളൊക്കെ മാക്സിമം ഒഴിവാക്കുക. പിന്നെ നിർബന്ധമുള്ളവരാണെങ്കിൽ കുറച്ച് കഴിക്കുക. പിന്നെ വറുത്ത ഐറ്റംസ്, മീൻ വറുത്തത്, ചിക്കൻ വറുത്തത്, അതൊക്കെ കുറച്ച് ഒഴിവാക്കുക. ഓക്കെ, അങ്ങനെ ഓയിലി ആയിട്ടുള്ളതൊക്കെ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കണേന്ന് ഹാഫാക്കുക. 2 എണ്ണം കഴിക്കുന്നുണ്ടെങ്കിൽ 1 ആക്കുക, ഒരു 3 മാസത്തേക്ക്. അപ്പോൾ തന്നെ നമ്മുടെ വെയിറ്റ് ഏകദേശം കുറയണമെന്ന് നമുക്ക് കാണാം, ശരിക്കും അറിയാൻ പറ്റും. അപ്പോൾ നമ്മുടെ ലഞ്ചിൻ്റെ കാര്യം കഴിഞ്ഞു. ഇനി ചോറെല്ലാം നിങ്ങൾ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുക ചപ്പാത്തിയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 കാർബോഹൈഡ്രേറ്റ്സ് തന്നെയാണ്. എങ്കിലും നമ്മൾ ചോറ് എടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ക്വാണ്ടിറ്റി തീരുമാനിക്കാൻ പറ്റില്ല. നമ്മൾ നല്ല കറിയൊക്കെ ആണെങ്കിൽ കുറച്ച് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും. പക്ഷെ ചപ്പാത്തി ആണെങ്കിൽ 1-2 അതിനൊരു ക്വാണ്ടിറ്റി നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ നമ്മൾ അതിലും നിർത്തും. അതുകൊണ്ട് ഞാൻ കൂടുതലും ചപ്പാത്തിയാണ് കഴിച്ചേക്കുന്നത്. എങ്കിലും ചില ദിവസം എനിക്ക് ചോറ് തിന്നാൻ തോന്നാറുണ്ട്. അപ്പോൾ ഞാൻ ചോറും ഉണ്ടാറുണ്ട്. നമ്മുടെ മലയാളികളുടെ ഒരു വീക്ക്നെസ് ആണല്ലോ കുത്തിരിച്ചോറും മീൻകറിയൊക്കെ. അപ്പോൾ അത് കാണുമ്പോൾ നമ്മൾ കഴിക്കാണ്ടിരിക്കും. അപ്പോൾ അതും ഞാൻ കഴിക്കാറുണ്ട്. അതിലും ഒരു കുറവൊന്നും വരുത്താറില്ല. അതുപോലെ എവിടെയെങ്കിലും ഫംഗ്ഷനൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അയ്യോ ഞാൻ ഡയറ്റിലാണെന്ന് പറഞ്ഞിട്ട് ഞാൻ മാറിയൊന്നും നിൽക്കാറില്ല. ഞാൻ ഭക്ഷണം കഴിക്കാറുണ്ട്. പക്ഷേ ഈ പറയുന്ന കാർബോഹൈഡ്രേറ്റ്സ് അതൊക്കെ ഞാനിപ്പോൾ കുറേ ആയി പറയുന്നത് കാർബോഹൈഡ്രേറ്റ്സ്. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് തോന്നും എന്താണ് അത്. നമ്മൾ കുറച്ച് നാൾ കണ്ടിന്യൂ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. ഞാനിത് പഠിച്ചിട്ടൊന്നുള്ള ഒരാളൊന്നുമല്ല. അതുകൊണ്ട് എനിക്ക് അങ്ങനെ ആധികാരികമായിട്ട് ഒരുപാട് ഇതിനെക്കുറിച്ച് പറഞ്ഞു തരാൻ അറിയില്ല. ഞാൻ ഗൂഗിളിൽ നിന്നൊക്കെയാണ് ഇതിൻ്റെ മാക്സിമം റിസർച്ച് ചെയ്ത് എടുത്തത്. അപ്പോൾ ചോറ്, അരി, അതുപോലെ നമ്മുടെ ഗോതമ്പൊക്കെ കാർബോഹൈഡ്രേറ്റ്സിൽ പെടുന്നതാണ്. അപ്പോൾ അരി ആഹാരങ്ങളെല്ലാം കേട്ടോ, നമ്മൾ അരി വെച്ചുണ്ടാക്കുന്ന എല്ലാ ആഹാരങ്ങളും കാർബോഹൈഡ്രേറ്റ്സിൽ പെടുന്നതാണ്. അപ്പോൾ അതിനെയൊക്കെ കുറയ്ക്കുക, അതാണ് ഉദ്ദേശിക്കുന്നത്. കൂട്ടേണ്ടത് എന്താ, ഫൈബർ,
പ്രോട്ടീൻ, വൈറ്റമിൻസ് എല്ലാം കൂട്ടാം. ഫൈബർ എന്ന് പറഞ്ഞാൽ നാരടങ്ങിയിട്ടുള്ള ഫുഡുകളാണ് ഫൈബർ. ഈ പടവലങ്ങിയൊക്കെ ഉണ്ടല്ലോ, അത് ഒരുപാട് ഫൈബറുള്ള വെജിറ്റബിളാണ്. അപ്പോൾ അതൊക്കെ കൂട്ടുക നമ്മുടെ ഭക്ഷണത്തിൽ. അങ്ങനെ നമ്മുടെ ഉച്ചക്കാലത്തെ ലഞ്ച് കഴിഞ്ഞു. ഇതുവരെ നിങ്ങൾക്ക് ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടണം കേട്ടോ. അപ്പം ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു വീഡിയോ പിടിക്കണം, അതുകൊണ്ട് എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. എന്താ ഞാൻ പറയണ്ടേ, എങ്ങനെ ചെയ്യണ്ടേ എന്നൊക്കെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു എനിക്ക്. എങ്കിലും ഞാൻ എല്ലാവരുടെ കുറേ പേര് പറഞ്ഞത് കൊണ്ട് ഞാനിങ്ങനെ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മുടെ ഈവനിങ്, അപ്പോൾ ഉച്ചക്കാലത്ത് അത് കഴിഞ്ഞു നിങ്ങൾക്ക് ഉറങ്ങണ ശീലം ഉണ്ടെങ്കിൽ ഉറങ്ങാം. അതും കുറേ സമയം കിടന്ന് ഉറങ്ങാണ്ട് സമയത്തിന് ക്രമീകരിച്ച് മാക്സിമം ഹാഫ് അവർ മുതൽ 1 അവറിൻ്റെ ഉള്ളിലാക്കി എടുക്കണം. ഒരുപാട് നേരം ഉറങ്ങി കഴിഞ്ഞാൽ അത് നമ്മുടെ വെയിറ്റ് ലോസിനെ ബാധിക്കും. പിന്നെ നമ്മുടെ രാത്രി ഉറക്കം കുറയും. അതുകൊണ്ടാണ് ഉച്ചയ്ക്കധികം സമയം ഉറങ്ങരുത് പറയുക. പക്ഷേ ഉച്ചമയക്കം എന്നുള്ളത് എല്ലാവർക്കും ഒരു ശീലമാണ്. അപ്പോൾ അത് ചെയ്തെന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല, ഉറങ്ങിക്കോളൂ. ഒരു 1 അവറിൻ്റെ ഉള്ളിൽ തീർക്കാം. പിന്നെ നമ്മൾ എണീറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ എനിക്ക് വൈകിട്ട് ഒരു ചായ കുടിക്കുന്ന ശീലമുണ്ട്. എനിക്ക് വൈകിട്ടാണ് പാലൊഴിച്ചിട്ടുള്ള ചായയുടെ ശീലം. അത് ഞാൻ ആദ്യമൊന്നും കുടിച്ചില്ലാത്ത ആളാണ്. ഒരു 8-9 വർഷമായിട്ട് തുടങ്ങിയൊരു ശീലമാണത്. അപ്പോൾ അതെനിക്ക് നിർത്താനേ പറ്റിയിട്ടില്ല. പക്ഷേ അതിൽ ഞാൻ പഞ്ചസാര ചേർക്കാറില്ല. ഞാൻ വിത്തൗട്ടാണ് ഉപയോഗിക്കുന്നത്. പിന്നെ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാലൊക്കെ പഞ്ചസാര ഇട്ട ചായ ഞാൻ കുടിക്കാറുണ്ട്. പക്ഷെ നമ്മുടെ വീട്ടിലാണെങ്കിൽ ഞാൻ പഞ്ചസാര ചേർക്കാണ്ട് കുടിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് തീർത്തും പഞ്ചസാര ഇല്ലാണ്ട് പറ്റില്ല എന്നാണെങ്കിൽ നമ്മുടെ ഈ ശർക്കര ഉണ്ടല്ലോ, പാം ജാഗറിയുടെ ഒരു പീസ് ഇടാം. അതിലും നല്ലത് പാം ഷുഗർ, അതായത് കൽക്കണ്ടം, പനം കൽക്കണ്ടം എന്ന് പറഞ്ഞിട്ട് വരും. അതും ആമസോണിലൊക്കെ മേടിക്കാൻ കിട്ടും, വൈദ്യശാലകളിലൊക്കെ കിട്ടും. നാട്ടിലുള്ളവർക്ക് സുഖമാണ് മേടിക്കാനായിട്ട്. അത് മേടിച്ചിട്ട് അത് 1-2 പീസ് ഇട്ട് കൊടുത്താൽ മതി. വളരെ ഹെൽത്തിന് വളരെ നല്ലതാണ് പനം കൽക്കണ്ടം. ഷുഗറുള്ള ആളുകൾക്ക് വരെ ഉപയോഗിക്കാമെന്നാണ് പറയുന്നത് പനം കൽക്കണ്ടം. അപ്പോൾ അത് മേടിച്ച് വയ്ക്കുക. അത് ഇതിനകത്ത് ഇട്ട് കൊടുത്ത് ജസ്റ്റ് ആ ഒരു ചവർപ്പ് മാറാൻ വേണ്ടിയിട്ട് മാത്രം കേട്ടോ. എനിക്ക് അങ്ങനെ തോന്നുന്ന സമയത്ത് ഞാനത് കഴിക്കാറുണ്ട്. അപ്പോൾ അത് കഴിച്ചതിന് ശേഷം പിന്നെ അതിൻ്റെ ഒപ്പം ഞാൻ ബിസ്ക്കറ്റ് എനിക്കങ്ങനെ തോന്നുകയാണെങ്കിൽ, വിശക്കണമെന്ന് തോന്നുകയാണെങ്കിൽ ഞാൻ ചിലപ്പോൾ എള്ളുണ്ട കഴിക്കും. അതല്ലെങ്കിൽ ഞാൻ ഡ്രൈ ഫ്രൂട്ട്സ് കഴിക്കാറുണ്ടായിരുന്നു. പിന്നെ രാവിലെ ഡ്രൈ ഫ്രൂട്ട്സ് കഴിച്ചതാണെങ്കിൽ ഞാൻ വൈകുന്നേരം കഴിക്കാറില്ല. കാരണം എനിക്ക് പ്രോട്ടീൻ അലർജി ഉണ്ട്. എനിക്ക് ഒരുപാട് പ്രോട്ടീൻ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ എനിക്കിങ്ങനെ കഴുത്തിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങനെ ചൊറിഞ്ഞ് വന്ന് ഇവിടെയൊക്കെ ഇങ്ങനെ ചൊറിഞ്ഞിട്ട് അത് നേരെ കണ്ണിൻ്റെ ഭാഗത്തേക്ക് വരും. കണ്ണ് മൊത്തം ഇങ്ങനെ ഒരു വര പോലെയാവും. അത് എനിക്ക് ബദാം ചെന്നാലുണ്ട്, ഒരുപാട് പീനട്ട് കഴിച്ചാലുണ്ട്, ഫ്ലാക്സ് സീഡ് കഴിച്ചാലുണ്ട്. അപ്പോൾ ഈ 3 സാധനങ്ങളും എനിക്ക് കടലപ്പൊടിയൊക്കെ ഒരുപാട് ചെന്ന് കഴിഞ്ഞാൽ, അപ്പോൾ പ്രോട്ടീൻ ഞാനൊരു പരിധി കൂടുതൽ ഞാൻ കൺസ്യൂം ചെയ്യാറില്ല. അത് നോക്കിയിട്ടേ ഞാൻ ചെയ്യാറുള്ളൂ. അപ്പോൾ ചിലവർ ഈ പ്രോട്ടീൻ പൗഡറൊക്കെ കഴിക്കുന്ന ആളുകളുണ്ടല്ലോ, ഞാനതൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ. എനിക്കതുകൊണ്ട് അതിനെക്കുറിച്ച് പറയാനറിയില്ല. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നമ്മുടെ ഡെയിലി നമ്മുടെ ഫുഡിലൊക്കെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരുപാട് ഭക്ഷണങ്ങളുണ്ട്. നമ്മളത് കഴിക്കേണ്ട ആവശ്യമുള്ളൂ. അതിന് വേണ്ടിയിട്ട് സപ്ലിമെൻറ്റ്സുകൾ എടുക്കേണ്ട ആവശ്യമില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ നിങ്ങൾ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിന്യൂ ചെയ്തോളൂ, പ്രോബ്ലം ഒന്നുമില്ല. പക്ഷേ ചെയ്യാത്തവരാണെങ്കിൽ ഡോക്ടറോട് ചോദിച്ചിട്ട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ അങ്ങനെ ആ ബിസ്ക്കറ്റ് എന്ന് പറയുമ്പോൾ ആരോ റൂട്ട് ബിസ്ക്കറ്റ് ആട്ടോ ഞാൻ ഉദ്ദേശിച്ചത്, അല്ലാതെ നമ്മുടെ മറ്റേ ഗുഡ് ഡേയും പിന്നെന്താ നമ്മുടെ ബോർബോണൊന്നും എടുത്ത് കഴിച്ചേക്കരുത്. അതിലൊക്കെ ഷുഗർ കണ്ടൻറ്റ് ഒരുപാടുണ്ട്. നിർബന്ധമാണെങ്കിൽ മാത്രം 2 ആരോ റൂട്ട് ബിസ്ക്കറ്റ് കഴിക്കാം. പിന്നെ ഞാൻ കഴിച്ചിരുന്നു കേട്ടോ, ഞാൻ വറുത്ത സാധനങ്ങളൊക്കെ ഞാൻ കഴിച്ചിരുന്നു. പരിപ്പ് വട, ഉഴുന്നുവട, ഇതൊക്കെ ഞാൻ വീട്ടിലുണ്ടാക്കുമ്പോൾ ഞാൻ കഴിക്കാറുണ്ട്. അപ്പോൾ പക്ഷേ അതിൻ്റെ ക്വാണ്ടിറ്റി വളരെ കുറച്ചാണ് ഞാൻ കഴിച്ചിരുന്നത്. പണ്ട് 3-4 കഴിച്ചിരുന്നു. ഞാൻ ഒരു പീസൊക്കെ ആയിട്ട് കുറച്ചു എന്ന് മാത്രം. അപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് ഞാൻ ചെറുതുണ്ടാക്കും, എന്നിട്ട് അത് ഞാൻ കഴിക്കും, സംതൃപ്തി അടയും, അത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഒരു ബാലൻസ്ഡ് ഡയറ്റ് ആകുമ്പോൾ നമ്മൾ പലതിനെയും ഒഴിവാക്കേണ്ടതായിട്ട് വരും, പലതിനെയും നമ്മൾ ഉൾപ്പെടുത്താൻ നമുക്ക് ഇഷ്ടമില്ലാത്ത പലതും ഉൾപ്പെടുത്തേണ്ടതായിട്ടും വരും. അപ്പോൾ ഞാൻ ഒഴിവാക്കിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷുഗറാണ്. ഫസ്റ്റ് ലിസ്റ്റിൽ വരുന്നത് ഷുഗറാണ്. രണ്ടാമത് ബേക്കറി ഐറ്റംസ് ഞാൻ മാക്സിമം ഞാൻ കുറച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വടാപ്പാവ്, സമൂസ, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഞാൻ ഒഴിവാക്കി. എനിക്ക് പക്ഷേ അത് ഒഴിവാക്കിയതിന് ശേഷം എനിക്കങ്ങനെ കഴിക്കണമെന്ന് തോന്നാറില്ല. പിന്നെ എനിക്ക് തോന്നുന്ന ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജസ്ഥാനി കച്ചോരിയാണ്. ഇവിടെ കിട്ടും. അത് വലിയ ഇങ്ങനെ ബോൾ പോലെ ഇരിക്കുക. എനിക്കത് ഉണ്ടാക്കാൻ അറിയില്ല. ഞാൻ കുറേ പ്രാവശ്യം ശ്രമിച്ച് ഞാൻ ഫെയിലായ ഒരാളാണ്. അത് ഞാൻ ഇവിടെ ഈ വടാപ്പാവൊക്കെ വിൽക്കുന്ന കടയിൽ കാണാറുണ്ട്. അപ്പോൾ എനിക്ക് ചിലപ്പോൾ ഒരു 1-2 മാസത്തിനുള്ളിൽ ഒരു പ്രാവശ്യമൊക്കെ എനിക്ക് തോന്നും കച്ചോരി കഴിക്കണം തോന്നിയാൽ ഞാൻ അപ്പം പോയിട്ട് മേടിച്ചത് കഴിക്കും. അതിനകത്ത് തൈരും ചട്നിയൊക്കെ നിറച്ചിട്ടാണ് അവർ തരിക. ഭയങ്കര ടേസ്റ്റാണ് ആ ഫുഡ്. എനിക്ക് ഭയങ്കര ഇഷ്ടമെങ്കിൽ പൊതുവേ രാജസ്ഥാനി ഫുഡ് എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്.
അപ്പോൾ ഞാൻ ഈ കച്ചോരി കഴിക്കും. നമുക്ക് എന്തെങ്കിലും കഴിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ അപ്പം കഴിച്ചോളണം കേട്ടോ. നമ്മളതിന് അയ്യോ ഞാൻ ഡയറ്റിലാണെന്നൊന്നും പറഞ്ഞ് ഇരിക്കാൻ പാടില്ല. അതിൻ്റെ ക്വാണ്ടിറ്റിയിൽ കുറച്ച് കുറവ് വരുത്തിയാൽ മതി എന്ന് മാത്രം. ഓക്കെ, ഇപ്പോൾ കാര്യങ്ങൾ ഏകദേശം പിടികിട്ടിയല്ലോ. പിന്നെ പിന്നെ നമ്മുടെ ഡിന്നർ എന്ന് പറയുമ്പോൾ ഒരു 8 o'clock ഉള്ളിലായിട്ട് കഴിച്ചിരിക്കും. അത് മസ്റ്റാണ്. അല്ലെങ്കിൽ നമ്മുടെ വയറ് ഒരുപാട് പുറത്തേക്ക് ചാടും. അപ്പം നമ്മുടെ വയറൊക്കെ ഒതുക്കണം എന്ന് ആഗ്രഹമുള്ളവരാണെങ്കിലും വെയിറ്റ് ലോസ് കുറയ്ക്കണം എന്ന് ആഗ്രഹമുള്ളവരും 8 മണിക്കുള്ളിൽ ഭക്ഷണം നമ്മുടെ ഡിന്നർ കഴിച്ച് തീർക്കുക. അപ്പോൾ ഡിന്നർ നിങ്ങൾക്ക് ഞാൻ ഉപയോഗിച്ചിരുന്നത് ഓട്സാണ്. ഓട്സ് ഉപയോഗിക്കുമായിരുന്നു, റാഗി ഉപയോഗിക്കുമായിരുന്നു. പിന്നെ ഞാൻ കഴിക്കുന്ന ഒരു സാധനം എന്താണെന്ന് ഞാൻ പറയാം. അതിൻ്റെ ഞാൻ റെസിപ്പികൾ ഞാൻ ഇടാം കേട്ടോ. അപ്പോൾ ഓട്സ് ഞാൻ എങ്ങനെ കഴിച്ചിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്സിൻ്റെ കിച്ചടി ഉണ്ടാക്കിയിരുന്നു. ഓട്സും മൂങ് ദാളും ചേർത്തിട്ട് കിച്ചടി ഉണ്ടാക്കിയിരുന്നു. അതിൻ്റെ റെസിപ്പി ഞാനിടാം. ഓട്സിൻ്റെ പുട്ടുണ്ടാക്കിയിരുന്നു, അതെനിക്ക് വളരെ ഇഷ്ടമാണ്. ഓട്സിൻ്റെ ഉപ്പുമാവ് ഉണ്ടാക്കിയിരുന്നു. പിന്നെ റാഗീൻ്റെ പുട്ടുണ്ടാക്കിയിരുന്നു, റാഗീൻ്റെ ദോശ ഉണ്ടാക്കിയിരുന്നു. ഇത് രണ്ടാണ് റാഗിയിൽ ചെയ്തിരുന്നത്. പിന്നെ റാഗിപ്പൊടി ഞാൻ കുറുക്ക് പോലെ ഉണ്ടാക്കി കഴിക്കാറ്. അതെനിക്ക് അത്ര ഇഷ്ടമല്ല, എങ്കിലും ഞാൻ ചിലപ്പോൾ ലേറ്റ് ആവുന്ന സമയങ്ങളിലൊക്കെ അത് കഴിച്ചിരുന്നു. പിന്നെ മുസ്ലി കഴിച്ചിരുന്നു ഞാൻ പാലിലിട്ടിട്ട്. പിന്നെ ഞാൻ ഡിന്നറിന് വേണ്ടിയിട്ട് ഞാനൊരു എന്താ പറയുക വെജിറ്റബിളിൻ്റെ ഒരു മിക്സ് കഴിച്ചിരുന്നു. അതായത് ബ്രൊക്കോളി കിട്ടുന്ന സീസണിലാണ് അത് മെയിനായിട്ട് കഴിക്കുക. ഇപ്പോൾ ബ്രൊക്കോളിയുടെ ഒരു സീസണാണ്. അപ്പോൾ ബ്രൊക്കോളി, മഷ്റൂം, ക്യാപ്സിക്കത്തിൽ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. പച്ചയോ ചുവപ്പോ മഞ്ഞയോ ഏത് വേണമെങ്കിലും എടുക്കാം നിങ്ങൾക്ക്. പിന്നെ കുറച്ച് കോൺ അതിനകത്തിടും. പിന്നെ ഞാൻ അതിനകത്ത് വെജിറ്റബിളായിട്ട് ഇത്രയും സാധനങ്ങൾ. കോൺ കിട്ടിയില്ലെങ്കിൽ ഞാൻ ബേബി കോൺ യൂസ് ചെയ്യാറുണ്ട്. ഇതെല്ലാം കൂടി കുറച്ച് ബട്ടറിൽ ഞാനൊന്ന് സോട്ട് ചെയ്തിട്ട് അതിനകത്ത് കുറച്ച് കുരുമുളക് പൊടിയും ചില്ലി ഫ്ലേക്സും ചേർക്കും. എന്നിട്ട് അതിനെ നന്നായിട്ട് സോട്ട് ചെയ്ത് മൂടി വെച്ച് 1-2 മിനിറ്റ് ഒന്ന് വേവിക്കും. ഒരുപാട് കുക്കാവരുത്, ഒരു ഹാഫ് കുക്കിലെടുക്കും. എന്നിട്ട് അതിനകത്ത് കുറച്ച് ചീസ് ഇട്ടിട്ട് ഞാൻ രാത്രി കഴിച്ചിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഫുഡാണത്. അത് ഞാൻ ചിലപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിനും ഇത് തന്നെ കഴിക്കാറുണ്ട് കേട്ടോ. ഡിന്നറിന് മാത്രമല്ല ബ്രേക്ക്ഫാസ്റ്റിനും ഇത് തന്നെ കഴിക്കാറുണ്ട്. എനിക്കൊരുപാട് ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കി കഴിച്ച് നോക്കിക്കോളും. ഞാൻ അതിൻ്റെ റെസിപ്പി ഞാനിടാം. പിന്നെ ഞാൻ ഇത്രയൊക്കെയാണ്. ഞാൻ ഇപ്പോൾ ഓട്സിൻ്റെ തന്നെ 3 ഐറ്റംസ് ഞാൻ പറഞ്ഞു, റാഗിയുടെ 2 ഐറ്റം പറഞ്ഞു, പിന്നെ ഈ വെജിറ്റബിളിൻ്റെ മിക്സ് ചെയ്യാൻ പറഞ്ഞു, മുസലി കഴിക്കാറുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഞാൻ 7 ദിവസവും മാറി ഓരോന്ന് ചെയ്തിരുന്നു. ഞാൻ എല്ലാ ദിവസവും ഒന്നും തന്നെ ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ. പിന്നെ ചില ദിവസം എനിക്ക് സൂപ്പ് കുടിക്കാൻ തോന്നാറുണ്ട്. അപ്പോൾ ഞാൻ സൂപ്പ് ഉണ്ടാക്കി കഴിക്കാറുണ്ട്. സൂപ്പിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വെജിറ്റബിൾ സൂപ്പ്സ് ആണ് മാക്സിമം ഉണ്ടാക്കി കഴിക്കാറ്. അപ്പോൾ എല്ലാവർക്കും കഴിക്കാമല്ലോ. അങ്ങനെ ഞാൻ അത് ഉണ്ടാക്കി കുടിക്കാറുണ്ട്. ഇതൊക്കെയാണ് എൻ്റെ ഡിന്നറിൽ ഞാൻ മാക്സിമം ഈ ചപ്പാത്തി, ചോറ്, അതുപോലെ എന്താ പറയുക അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഞാൻ മാക്സിമം ഒഴിവാക്കിയിരുന്നു. മാക്സിമം എന്ന് വെച്ചാൽ കഴിക്കാറുണ്ട്. ഇപ്പോൾ പുറത്ത് എവിടെയെങ്കിലുമൊക്കെ പോയി കഴിഞ്ഞാൽ ഞാൻ ചോറൊക്കെ കഴിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ മാക്സിമം പിന്നെ ഹോട്ടലിലൊക്കെ പോകുമ്പോൾ ഞാൻ റൊട്ടിയൊക്കെ കഴിക്കാറുണ്ട്. അത് വല്ലപ്പോഴും 2 മാസം 3 മാസം കൂടുമ്പോൾ ഞാൻ വല്ലപ്പോഴും കഴിക്കാറുണ്ട്. പക്ഷെ മാക്സിമം ഞാൻ ഈ ഒരു പാറ്റേൺ ആണ് ഫോളോ ചെയ്തിരുന്നത്. പിന്നെന്താ, എനിക്ക് നന്നായിട്ട് പുറം വേദന എടുക്കണം, കുറേ സമയമുള്ള ഇരിക്കണം. അപ്പോൾ ഒന്ന് കട്ട് ചെയ്തിട്ട് ഞാൻ വീണ്ടും പിടിക്കാം കേട്ടോ.